വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. റോഡപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. അത് പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ ആണ് അതിൽ ഇരയായിക്കൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നതും തിരിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായതും അപകടകരവുമായ ഒരു രീതിയിലാണ്. വരുന്ന വാഹനങ്ങൾ അമിത വേഗത്തിലാണ് സാധാരണ വരുന്നത്. ധാരാളം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 2 മരണം സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ വിട്ടൊഴിയാതെ വെള്ളനാട് ആരനാട് ചിറ്റച്ചിൽ റോഡിലെ കൂട്ടായണി മൂടുവളവ്. ഇടത് വലത് വശങ്ങളിലെ 2 ബൈ റോഡുകൾ വന്നു ചേരുന്ന വെള്ളനാട് ആരനാട് റോഡിലാണ് അപകടകരമായ വളവ്. വെള്ളനാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ എതിർദിശയിലുള്ളവർക്കും ബൈ റോഡിൽ നിന്ന് എത്തുന്നവർക്കും കാണാൻ സാധിക്കാത്തതിനാൽ അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമാണ്. ശരിക്ക് അങ്ങോട്ട് പോകുന്നതായാലും ഇങ്ങോട്ട് പോകുന്ന വാഹനങ്ങളായാലും അടുത്ത് വന്നതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സ്കൂള് ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇട റോഡിലേക്കാണ് പോയത്. അങ്ങനെ ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ സ്ഥാപിച്ചതിന് ശേഷം ഈ റോഡിൽ നല്ല തിരക്കാണ്. ഇവിടെ അപകടത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞത് ഈയിടയ്ക്കാണ്. കഴിഞ്ഞ ദിവസവും വാഹനങ്ങൾ കൂട്ടിയിടിച്ചുള്ള അപകടത്തിന് സാക്ഷിയായി കൂട്ടായണി മൂടിലെ അപകട വളവ്. ഒരു മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഈ സ്കൂൾ റോഡിൽ നിന്ന് വന്നു കയറിയ ഒരു ആള് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു വണ്ടി വന്നിടിക്കുകയും ഇവിടെ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നും ഒരു അപകടം, ഒരു അപകടം ഉണ്ടായിട്ട് സ്കൂൾ വാഹനം ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു അപകടം. KSRTC ബസ് വന്നു. ഇതിനിടയ്ക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കും പെട്ടെന്ന് വലിയ അപകടത്തിലേക്കൊന്നും പോയില്ല. നവീകരണം കഴിഞ്ഞ റോഡിലൂടെ അമിത വേഗത്തിലാണ് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പായുന്നത്. ബൈ റോഡുകളിലൊന്ന് പ്രദേശത്തെ ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലേക്കുള്ളതാണ്. നിരവധി കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലും അല്ലാതെയും കുട്ടികൾ എത്തുന്നത് ഈ അപകട വളവ് കടന്നാണ്. രാവിലെയും വൈകുന്നേരവും സ്കൂൾ അധികൃതർ വളരെ പണിപ്പെട്ടാണ് കുട്ടികളെ റോഡ് കടത്തിവിടുന്നത്. കൊച്ചുകുട്ടികളെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും സ്കൂൾ വണ്ടി ഇതുവഴിയാണ് പോകുന്നത്. കൊച്ചുകുട്ടികളെ തന്നെ ഞങ്ങൾ ആ സമയത്ത് സ്കൂളിൻ്റെ അധികാരികളും ഒക്കെ ഇവിടെ നിന്നിട്ടാണ് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടാണ് കുട്ടികളെ അപ്പുറത്തേക്ക് വിടുകയും വാഹനത്തിൽ കടത്തുകയും ചെയ്യും. ഈ വളവിൽ ക്രോസ് ചെയ്ത് ബൈ റോഡ് വന്ന് കയറിയാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നേരെ എതിരെയും ഒരു റോഡുണ്ട്. ആ റോഡും കൊണ്ട് ഇങ്ങനെ 4 റോഡുകളാണ്, 4 ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വളവ് കാരണം ഈ പാസ് ചെയ്യുന്ന റോഡിൽ നിന്ന് ബൈ റോഡിൽ നിന്ന് കയറുന്ന വണ്ടികൾക്ക് വെള്ളനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അപകടം സംഭവിക്കും. ശരിക്ക് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അവിടെ ഒരു സിഗ്നൽ, ശരിക്കും ഈ വാഹനങ്ങൾ സ്ലോ ചെയ്യത്തക്ക വിധത്തിലുള്ള പമ്പോ എന്തെങ്കിലും വച്ച് ഇത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് വിനയത്തോട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ വളവ് ഒന്ന് നിവർത്താനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കറുകളോ സൈൻ ബോർഡുകളോ സ്കൂൾ സോൺ ബോർഡുകളോ സ്ഥാപിച്ച് ഇതിനെ സുരക്ഷിതമാക്കണം. നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത് സുരക്ഷിതമാക്കണം എന്നാണ് നമ്മുടെ താല്പര്യം. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് കോൺവെക്സ് മിറർ സ്ഥാപിച്ചെങ്കിലും സാമൂഹ്യ വിരുദ്ധർ അത് നശിപ്പിച്ച നിലയിലാണ്. വാഹനം കൊണ്ട് അമിത വേഗത നിയന്ത്രിക്കുന്നതിനും അപകട സാധ്യത ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഹമ്പ്, ട്രാഫിക് സിഗ്നൽ ലൈറ്റ്, സ്കൂൾ സോൺ ബോർഡ് എന്നിവ സ്ഥാപിക്കണമെന്ന് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളോടും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള റിക് എന്ന കമ്പനിയോടും ആവശ്യപ്പെട്ടുവെങ്കിലും നാളിതുവരെ പരിഹാര നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം അധികാരികളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണ ചുമതലയുള്ളത് റിക് എന്ന് പറയുന്ന കമ്പനിക്കാണ്. ആ റിക് എന്ന കമ്പനിയുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഞാൻ വിളിക്കുകയും ഞങ്ങൾ വിദ്യാലയ സമിതിയുടെ ഭാഗത്തുനിന്ന് സെക്രട്ടറിയും ഒക്കെ കൂടി പോയിട്ട് അതിനൊരു അപേക്ഷ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം, ചെയ്യാൻ ഒരു പമ്പ് വയ്ക്കണം, അതുപോലെ തന്നെ ഒരു സൈൻ ബോർഡ് വേണം, സ്കൂൾ സോൺ എന്നുള്ള ബോർഡ് വേണം, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് ഉൾപ്പെടെ ഡേഞ്ചർ ലൈറ്റ് ഉൾപ്പെടെ വച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അത് പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് പരിഗണിക്കാം. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ കൂട്ടായണി മൂടിലെ അപകട മേഖലയിൽ പരിഹാര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്.